ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി എങ്ങനെയാണ്, ഇതിൻ്റെ ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ അടവുകളും പയറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഏറ്റവും സ്നേഹത്തോടെ സംസാരിച്ച് നോക്കിയിട്ടുണ്ടാവും. ഈ ഒരു പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടുമില്ല. നിങ്ങൾ വളരെ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ലെവൽ അളന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഇത്രയധികം ഒരു കാത്തിരിപ്പോ ക്ഷമയോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കോംപ്ലിക്കേഷൻസ് മാറാനായിട്ട് അത്രത്തോളം ക്ഷമ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം. ആ ഒരു തരത്തിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഒരു ആത്മാഭിമാനം പോലും പണയപ്പെടുത്തി നിങ്ങൾ നിന്നിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ അടുത്തൊന്നും നിങ്ങൾ അത്രത്തോളം ആ ഒരു ക്ഷമയോടെ യാചനയോടെ ഒക്കെ നിന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും കളഞ്ഞ് നമ്മൾ കെഞ്ചി പോവുക എന്നൊക്കെ പറയുന്നത് പോലെ പോകാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങൾ താണു വീണ് സംസാരിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞതുപോലെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടാവും. ഇവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പറ്റുന്ന മാർഗങ്ങളെല്ലാം നിങ്ങൾ പ്രയോഗിച്ച് നോക്കി. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇതിന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ അതിനകത്തേക്ക് അടുപ്പിക്കാത്ത രീതിയിലായിരിക്കാം നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കാം. ഒന്നും നിങ്ങൾക്കൊരു ആൻസറബിൾ അല്ലാത്ത രീതിയിലായിരിക്കും ആ ഒരു പേഴ്സൺ പെരുമാറുന്നത്. ഇനി മിണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ദേഷ്യത്തോടെ ആയിരിക്കാം പെരുമാറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റിയും തരാനുണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി ഒപ്പം തന്നെ ഉണ്ടാവാം. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പ് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷനിലെല്ലാം ഉണ്ടാവാം. പക്ഷേ ആ ഒരു സ്വരച്ചേർച്ച ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മിണ്ടുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു പേഴ്സണുമായിട്ട് അത്രയും ജെല്ല് ചെയ്ത് പോകുക എന്നുള്ള അർത്ഥമില്ല. അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കും ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാര്യമായിട്ട് അടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെയുള്ള ആ ഒരു ജെല്ലിലേക്ക് എത്താനായിട്ട് ഈ പേഴ്സണായിട്ട് തന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കറന്റ് എനർജീസ് ഈ ഒരു തരത്തിൽ പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു വീഡിയോയും റെസനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിയോട്, അല്ലെങ്കിൽ ഇതേ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞിറങ്ങുകയാണ്, ഇനി ഇതിനകത്തേക്ക് നിങ്ങളുടെ ഒരു എനർജി ഉണ്ടാവാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സണ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടം, ആ ഒരു വിഷമം ആൾക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് പോകരുതെന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ കാല് പിടിച്ച് നിർത്താനോ ഒന്നും തൽക്കാലം ഈ ഒരു പേഴ്സൺ തയ്യാറാവില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു എനർജി അത്തരത്തിലാണ്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരാൻ സാധിക്കാത്തത്
തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി അതിനകത്ത് കിട്ടാത്തത് കൊണ്ടായിരിക്കും നിങ്ങളിതിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഈ ഒരു പേഴ്സണോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് തരാനോ പറയാനോ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഒരു പേഴ്സൺ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കാല് പിടിച്ച് പുറകെ വരാനോ അല്ലെങ്കിൽ പോവണ്ടെന്ന് പറയാനോ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതുപോലെ ഈ ഒരു പേഴ്സണ് ഒരു വിക്ടിം മെൻറ്റാലിറ്റി ആയിരിക്കും വരിക. അതായത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്നാണ് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റും ക്ലാരിറ്റിയൊക്കെ ചോദിക്കുന്നത്. ഇവർ തരാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുകയുള്ളൂ. നിങ്ങൾ അവരെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ നിങ്ങളാണെന്നുള്ളൊരു ധാരണയായിരിക്കാം ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്നത്. ഞാനാണ് സഫർ ചെയ്യുന്നത്, മറ്റേ പേഴ്സണാണ് ഇതിന് കാരണക്കാരനോ അല്ലെങ്കിൽ കാരണക്കാരി എന്നുള്ളതേ അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവരവരുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ തന്നെ അവർ കെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു വിക്റ്റിമായിട്ട് അവർ കരുതുന്നത്. ആ ഒരു തരത്തിലായിരിക്കും അവരുടെ ഒരു എനർജി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അയ്യോ ഇതിൽ നിന്ന് പോവണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ക്ലാരിറ്റി തരാം എന്നുള്ളൊരു രീതി പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. പകരം ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ, അല്ലെങ്കിൽ പോയിക്കോളൂ എന്നൊക്കെ ആയിരിക്കും പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നിങ്ങൾ സംസാരത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആവാൻ, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വഴക്ക് കൂടാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളിലേക്കൊരു ഫോക്കസ് തരാതിരിക്കുന്നത് ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവരോട് ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലേക്കാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 of Wands എനർജിയാണ്. ദാറ്റ് മീൻസ് മാനസികമായിട്ട് എന്നാൽ അവർക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, ഞാനും അതുമായിട്ട് പൊരുത്തപ്പെടാം, അല്ലെങ്കിൽ ഞാനും നിൽക്കുന്നില്ല, എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അത്രത്തോളം ഒരു ബേർഡൻ ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്ത് അവരുടെ മനസ്സുകൊണ്ടും അവരും വേണ്ട എന്ന് വെക്കാനുള്ള ഒരു തീരുമാനം, ആ ഒരു രീതിയിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഡിസിഷൻ എല്ലാം എടുക്കാൻ സാധിക്കാതെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് തേർഡ് പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ ചെകുത്താനും കടലിന് നടുക്ക് പെട്ടതുപോലെ നിന്നൊരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു പേഴ്സണോടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെപ്പോൾ ചിന്തിക്കുക, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിതിൽ നിന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. സോ അവർക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആയി, കാരണം അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളോടായിട്ടൊന്നും പറയേണ്ടതായിട്ട് ഈ ഒരു പേഴ്സണ് വന്നിട്ടില്ല. അപ്പം നാളെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നിങ്ങളായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത്, അവരായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പേഴ്സണ് ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കൂടുതലൊരു പ്രഷർ തരാനോ പിടിച്ചു നിർത്താനോ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരില്ലേ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ കൂടുതലൊരു ഗ്രീനർ സൈഡ് നോക്കി നമ്മൾ പോവുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പെട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തിയോടുള്ള വാശി കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അബദ്ധങ്ങളായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ചിലവർ ആരോടെങ്കിലുമൊക്കെ ഒരു ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് റിവെഞ്ച് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ മുൻപിൽ നമുക്കൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ബെറ്റർ പ്ലേസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ കൂടുതൽ മണ്ടത്തരങ്ങൾ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുൻപിൽ നോക്കാത്ത പ്രവൃത്തി കൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാം. അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരുടെ ഭാഗത്ത് നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരാണ് നിങ്ങൾക്ക് കൂടുതൽ ഒരു വ്യക്തത തരാത്തതെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുറ്റവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേരിൽ ഇടാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അങ്ങനെയാണ് ആദ്യത്തെ കാർഡ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ അവർക്ക് ജീവിച്ച് കാണിക്കാനാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കൂടുതൽ നന്നായിട്ട് ഇരിക്കുന്നു എന്ന് കാണിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള പ്രവർത്തികളായിരിക്കും ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇവർക്കതൊരു ട്രാപ്പായിട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പിന്നീട് അങ്ങോട്ട് ശ്രമിക്കുന്നതെല്ലാം നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവരതെല്ലാം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആരില്ലെങ്കിലും ജീവിക്കും എന്നുള്ള ആ ഒരു രീതിയിലും മെൻറ്റാലിറ്റിയിലൊക്കെ അവർ പോകാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്ത് കിടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ട്രാപ്പ് ആണെന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളോ മറക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം വേണ്ടാന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴായിരിക്കും നമുക്കത് എത്രത്തോളം നമ്മളെ അത് പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഒപ്പം ഉള്ളപ്പോൾ നമ്മളത് കാര്യമായിട്ടൊന്നും എടുക്കില്ല. നമ്മളത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളായിട്ടത് വേണ്ടാന്ന് വെക്കാൻ പോകുമ്പോഴാണ് ഓരോ നിമിഷവും അതിൻ്റെ ഓർമ്മകൾ കൂടുതലായിട്ട് കയറി വരുന്നത്. നമ്മൾ എന്ത് കാര്യമാണോ ഏറ്റവും കൂടുതൽ മറക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമായിരിക്കും ഏറ്റവും നമ്മുടെ മെമ്മറിയിലേക്ക് വരും. അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അവർക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലറിഷിങ് ടൈം എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സമയത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കും ആദ്യകാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ വിചാരിച്ചാൽ പോലും ഇറങ്ങിപ്പോരാൻ കഴിയാത്തത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു സ്പൈങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇറങ്ങി പോകുന്നതെങ്കിൽ പോലും എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് തന്നെ വീണ്ടും ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേൺ പോയിട്ടുള്ളത്. പലപ്പോഴും വഴക്കുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളായിട്ട് ചെല്ലുന്നുണ്ടാവാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പഠിച്ച പണി 18 നോക്കിയിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഈ ഒരു പേഴ്സണാണ് തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ വീണ്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളതാണ്. അതായത് അവരിപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുകയാണ്, ആരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ് അവർ നിങ്ങളിലേക്കായിരിക്കും വെക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിരിക്കും അവർക്ക് ആ ഒരു ഈഗർനെസ് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലായിരിക്കാം ഈ ഒരു പേഴ്സൺ. ഇത്രയൊക്കെ തോട്ട്സ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിട്ടും അവരത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവർക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കൂടുതലായിട്ടും ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല ലൈഫ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പേഴ്സണ് നമുക്ക് ഇത്രയും കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അവർക്ക് തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോ കാർഡ്സിനകത്തും അവർക്ക് ഇത്രയും അധികം ഈഗർനെസ് ഉണ്ട്, സ്നേഹമുണ്ട്, നിങ്ങളില്ലെന്ന് മനസ്സിലാക്കിയിട്ടും അവർക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആലോചനയിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റെസ്റ്റിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് വന്ന് സംസാരിക്കാനുള്ള ആ ഒരു മനോഭാവം അപ്പോഴും കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ആ ഒരു സ്റ്റാർ കാർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ക്ഷമയും നശിച്ച് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമാണ് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിന് വരിക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഈഗോ ഉള്ള പേഴ്സൺ ആണെന്നുള്ളത്. കാരണം അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും അവസാനം വരെ അവർ ആ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു ഈഗോ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ അടിയറവ് പറയില്ല എന്നുള്ള ഒരു വാശി കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു പേഴ്സൺ പാവമാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു ഈഗോയും അതുപോലെ തന്നെ പിടിവാശിയൊക്കെ ഉള്ള വ്യക്തികളാവുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിലൊക്കെ പറയുമ്പോൾ അവരെ ടോളറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമ്മളോട് ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പേഷ്യൻസ് ലെവൽ അളന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നുള്ളത് പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇവരുടെ ഒരു മനോഭാവം കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ശ്രമിക്കും. പക്ഷെ അതിന് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു പേഴ്സൺ പോലും അറിയാതെ അവരുടെ മനസ്സിനകത്ത് അത്രയും ഡീപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അവർ ചിന്തിക്കുന്നതിൽ അപ്പുറം ഡീപ്പാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അവർക്ക് എന്തൊക്കെ ശ്രമിച്ചിട്ടും ഓവർകം ചെയ്യാൻ കഴിയാത്തത്. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാർഡ്സിലൂടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോഴാണ് ഇവർക്ക് ആ ഒരു ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് അവർ തയ്യാറാവുന്നത്. അതുവരെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം സഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിച്ചാൽ പോലും അങ്ങോട്ടേക്ക് വരാനായിട്ടൊരു മടി കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നമ്മൾ പറഞ്ഞതുപോലെയാണോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുക. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾ നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജീസും ഇത്തരത്തിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ ഇവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അഴയുന്ന ഒരു പ്രകൃതക്കാരല്ല. ഉള്ളിനകത്തുള്ള ഫീലിങ്സ് പെട്ടെന്നൊന്നും അവർ തുറന്ന് കാണിച്ചൊന്നും വരില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വളരെ ടൈം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പിന്നീട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോപ്പപ്പ് ആവാനായിട്ട്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു നല്ലൊരു റീകൺസിലേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് അത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.